മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതി വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന ആശയത്തെ പിന്തുണച്ചു. എന്നിരുന്നാലും പല ഭരണഘടനാ വിദഗ്ധരും ആശങ്കകളും എതിർപ്പുകളും ഉന്നയിച്ചിട്ടുണ്ട്. വിവാദ വിഷയത്തിലേക്കുള്ള ആഴത്തിലുള്ള ഒരു ചുവടുവെപ്പ് ഇതാ. ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ഉന്നതതല സമിതിയുടെ തലവനായ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷായും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഒരേസമയം തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ അവതരിപ്പിച്ചു. ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ഉന്നതതല സമിതിയുടെ തലവനായ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷായും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഒരേസമയം തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ അവതരിപ്പിച്ചു. കഴിഞ്ഞ വർഷം ഈ ആശയത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ആക്കം കൂടിയപ്പോൾ ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയത്തിന്റെ പ്രായോഗികതയെയും പ്രയോഗക്ഷമതയെയും കുറിച്ച് നിരവധി ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോൾ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഉന്നതതല സമിതി ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് കൊണ്ടുവരുന്ന ചില വെല്ലുവിളികളെ നേരിടാൻ ശ്രമിച്ചു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന വിഷയത്തിൽ കോവിന്ദിന്റെ സമിതി വ്യാഴാഴ്ച രാഷ്ട്രപതി ദ്രൗപദി മുർമുക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. ആദ്യഘട്ടത്തിൽ ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഒരേസമയം തിരഞ്ഞെടുപ്പ് നടത്താനുള്ള ആശയത്തെ അവർ പിന്തുണച്ചു. പാനലിന്റെ ശുപാർശകൾ അനുസരിച്ച് 100 ദിവസത്തിനുള്ളിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ സമന്വയിപ്പിക്കണം. പ്രധാന ഹൈക്കോടതികളിലെ മുൻ ചീഫ് ജസ്റ്റിസുമാരിൽ 9 പേർ ഒരേസമയം തെരഞ്ഞെടുപ്പിനെ പിന്തുണച്ചപ്പോൾ 3 പേർ അതുമായി ബന്ധപ്പെട്ട ആശങ്കകളോ എതിർപ്പുകളോ ഉന്നയിച്ചു. എന്തായിരുന്നു അവർ ഉന്നയിച്ച ആശങ്കകൾ? ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നടപ്പാക്കുന്നതിലെ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള സമിതി അതിന്റെ റിപ്പോർട്ടിലെ വെല്ലുവിളികളെ എങ്ങനെ അഭിസംബോധന ചെയ്യുന്നു? നമുക്ക് ഒന്ന് നോക്കാം. വെല്ലുവിളി 1 എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും നിയമസഭാ തെരഞ്ഞെടുപ്പുകളും തദ്ദേശ തെരഞ്ഞെടുപ്പുകളും എങ്ങനെ ഒറ്റയടിക്ക് നടത്താം? ആദ്യഘട്ടത്തിൽ ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഒരേസമയം തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് സമിതി ശുപാർശ ചെയ്തു. രണ്ടാം ഘട്ടത്തിൽ ജനകീയ സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തി 100 ദിവസത്തിനുള്ളിൽ മുനിസിപ്പാലിറ്റികളിലേക്കും പഞ്ചായത്തുകളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്താം. വെല്ലുവിളി 2 ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ഭരണഘടനാ വിരുദ്ധമെന്ന് വിശേഷിപ്പിച്ചു. ഭരണഘടനാ നിർമ്മാതാക്കൾ ലോക്സഭയ്ക്കും സംസ്ഥാന നിയമസഭകൾക്കും ഒരേസമയം തിരഞ്ഞെടുപ്പ് മാത്രമേ വിഭാവനം ചെയ്തിട്ടുള്ളൂ എന്ന് കാണിക്കാൻ മതിയായ തെളിവുകളുണ്ടെന്ന് റിപ്പോർട്ടിൽ ഭരണഘടനാ വിദഗ്ധൻ സുഭാഷ് കശ്യപ പ്രസ്താവിച്ചു. സംസ്ഥാന നിയമസഭകളിലേക്കും നിയമസഭയിലേക്കും നടന്ന ആദ്യ 4 തെരഞ്ഞെടുപ്പുകളും ഒരേ ഭരണഘടനയ്ക്ക് കീഴിലാണ് നടന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അവ ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണക്കാക്കാൻ കഴിയില്ല, അദ്ദേഹം പറഞ്ഞു. വലിയ തോതിലുള്ള കൂറുമാറ്റങ്ങളുടെയും സർക്കാരുകളെ പതിവായി അട്ടിമറിക്കുന്നതിന്റെയും ഉപോൽപ്പന്നമായി 1967 ശേഷം മാത്രമാണ് ഇടക്കാല തെരഞ്ഞെടുപ്പുകൾ പ്രധാനമായും നിർബന്ധിതമായത്. വെല്ലുവിളി 3 എന്നാൽ ഒരേസമയം നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ തൂക്കുസഭ നടന്നേക്കാം. സർക്കാരുകൾ കാലാവധി അവസാനിക്കുമ്പോഴും വീഴാം. അപ്പോൾ എന്ത് സംഭവിക്കും? ഒരേസമയം തിരഞ്ഞെടുപ്പ് നടന്നാൽ തൂക്കു പാർലമെന്റിന്റെയോ നിയമസഭയുടെയോ പ്രശ്നം പരിഹരിക്കുന്നതിന് വ്യവസ്ഥകളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് വാദിച്ചു. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും നിയമസഭയിൽ വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്തപ്പോൾ ഒരു തൂക്കുസഭ സംഭവിക്കുന്നു. ഭരണകക്ഷിക്ക് നിയമസഭയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെടുകയോ സഖ്യങ്ങൾ മാറ്റാൻ തീരുമാനിക്കുകയോ ചെയ്യുമ്പോൾ ഒരു സർക്കാർ വീഴാം. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് തൂക്കുസഭയോ അവിശ്വാസ പ്രമേയമോ സർക്കാരിന്റെ പതനം ആസന്നമായ സമാനമായ ഏതെങ്കിലും സംഭവമോ ഉണ്ടായാൽ പുതിയ സഭ രൂപീകരിക്കാൻ പുതിയ തിരഞ്ഞെടുപ്പ് നടത്താമെന്ന് സമിതി ശുപാർശ ചെയ്തു.